പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി തേടി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളാം, വായോ പോകാം പാടാം മേളാം. നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാൻ വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം, ഏവർക്കും വോയിസ് ഓഫ് ഗുഡ്നസ്സിലേക്ക് സീസൺ 3ലേക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. Voice of Goodness Season 3. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, സ്വാഗതം. മനോജ് ഏട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസ്സിലേക്ക് സ്വാഗതം. സിസിലി, വോയിസ് ഓഫ് ഗുഡ്നസ്സിലേക്ക് സ്വാഗതം. വോയിസ് ഓഫ് ഗുഡ്നസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നമ്മുടെ ഗുഡ്നസ് ഡാൻസിനെയും കൂടെ വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഡാൻസിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യ ഗാനം ആലപിക്കാനായി മത്സരിക്കാനായി വേദിയിലേക്ക് എത്തുന്നത് ആരാണെന്ന് നോക്കാം. സാവിയോ ജോസ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദേവഗിരി ഇടവകാംഗമായ സാവിയോ ജോസ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്റെ പേര് സാവിയോ ജോസ്. സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ദേവഗിരി ഇടവകാംഗമാണ്. പപ്പയും അമ്മയും ചേട്ടനും അടങ്ങിയതാണ് എന്റെ കുടുംബം. ചർച്ച് കൊയറിൽ അംഗമായിരുന്ന അമ്മയാണ് സംഗീത ലോകത്തേക്ക് കടന്നുവരാൻ സാവിയോയ്ക്ക് പ്രേരക ശക്തിയായത്. സ്നേഹമുള്ളവരെ, ദേവഗിരി ഇടവകയുടെ വലിയൊരു പ്രതീക്ഷയാണ് സാവിയോ ജോസ്. ചെറുപ്പത്തിൽ തന്നെ അടക്കം ചിട്ടയുമായിട്ട് സംഗീതത്തിന്റെ പൂർണ്ണതയിൽ ഇടവകയിലെ കൊയറിലുമൊക്കെ വളരെ സജീവമായിട്ട് സാവിയോനെ കണ്ടുകൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. കഴിവും പ്രാപ്തിയുമുള്ള സംഗീത മേഖലയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് വളരാനായിട്ട് സാവിയോ ജോസ് സാധിക്കട്ടെ. ദേവഗിരി ഇടവക കൂട്ടായ്മയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹം സാധിക്കും. ഞാൻ പഠിക്കുന്നത് സെന്റ് ജോസഫ് എച്ച് കിടങ്ങൂർ സ്കൂളിലാണ്. 5ാം ക്ലാസ്സിലാണ് സാവിയോ ഈ വിദ്യാലയത്തിലേക്ക് വന്നത്. അന്നു മുതൽ കലോത്സവ വേദികളിൽ സാവിയോ തന്റെ കഴിവ് പ്രകടമാക്കുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ തന്റെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി വിജയം വരിക്കുന്ന സാവിയോ ഞങ്ങളുടെ വിദ്യാലയത്തിന് എന്നും അഭിമാനമാണ്. നല്ല തമ്പുരാൻ നൽകിയ കഴിവുകൾ അതിന്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വളരാൻ സാവിയോയ്ക്കാകട്ടെ എന്ന് വിദ്യാലയത്തിലെ അധ്യാപകരും കൂട്ടുകാരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ചെറുപ്പം മുതൽ കലാ ടീച്ചറിന്റെയും കരയാമ്പറമ്പിലുള്ള ബെന്നി മാഷിന്റെയും കീഴിൽ സംഗീതം അഭ്യസിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് സാവിയോ. ഇവിടെ വരുന്നതിന് മുൻപ് എന്റെ വളരെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു സംഗീതമുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ പാഠങ്ങളും വളരെ ഭംഗിയായി എനിക്ക് തോന്നുന്നു അതും വളരെ ഉയർത്തി നല്ല രീതിയിൽ പാടുന്ന ഒരു കുട്ടിയാണ്. ദൈവത്തിന് വളരെ കടാക്ഷമുള്ള ഒരു കുട്ടിയാണ്. കാരണം സംഗീതമാണ്, സംഗീതത്തിലെ ഐക്യമുള്ള ഒരു കുട്ടിയാണ് സാവിയോ. ദൈവം കൂടുതൽ ഉയരങ്ങളിലേക്ക് സാവിയോ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും സാവിയോ. മാതാവിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിനൊരുക്കമായി ദിവ്യകാരുണ്യ ഗീതം ആൽബത്തിൽ പാടാനും സാവിയോയ്ക്ക് കഴിഞ്ഞു. ആദ്യ കുർബാന കൈക്കൊള്ളുവാനാ
എനിക്ക് പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വേദി കിട്ടിയതിൽ. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാവിയോ ഞങ്ങളുടെ കാറ്റഗിസം പഠിക്കുന്ന കുട്ടിയാണ്. നല്ലപോലെ പാട്ട് പാടുന്ന കുട്ടിയാണ്. അവന്റെ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രചോദനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ പാട്ട് നിങ്ങളും കേട്ട് അവനെ പ്രോത്സാഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കൊച്ചു കലാകാരനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഏറെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഭയങ്കര കൂൾ ബ്രോ. അതെ ഞാൻ ഭയങ്കര, നീ ആരുടെയൊക്കെ കൂൾ ബ്രോ ആണ്? മോൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണോ? അത്യാവശ്യം. ഫ്രണ്ട്സിന്റെ ഇടയിൽ മോനാണോ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നേ? അതെ. ആണല്ലേ? അപ്പൊ ഫ്രണ്ട്സിനൊക്കെ മോൻ പാട്ട് പാടി എന്റർടൈൻ ചെയ്യാറുണ്ട്. ഓ, ഇന്നിപ്പോ മോൻ ശരിക്കും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. ഏത് പാട്ടാ പാടാൻ പോണത്? എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുണ്ട്. അത് ഏത് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണോ? ഫാസ്റ്റ്. അതാണ് മോന്റെ വേഷമൊക്കെ കണ്ടപ്പോ തോന്നി. ഓക്കെ, അപ്പോ പ്രിപ്പയർഡ് ആണല്ലോ? അതെ. നമുക്ക് പാടാലോ? റെഡി? ആ. ഓക്കെ, അപ്പം വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാട്ട് പാടണം. Voice of Goodness Season 3. Voice of Goodness Season 3. അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. ലാ 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 ലാ. La 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 la. ഈ നാട്ടുവേല പാട്ടിലുണ്ട് നമ്മുടെ യേശു. ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ നാട്ടുവേല പാട്ടിലുണ്ട് നമ്മുടെ യേശു. ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം അയ്യായിരങ്ങൾ കന്നവനെകിയതും, കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം അയ്യായിരങ്ങൾ കന്നവനെകിയതും, കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ, കുരിശേറുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ. ഇനി നമുക്ക് മരിക്കുവോളം അഭയമേകാൻ കുരിശുമുദ്ര മതി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ,
പുത്രന്റെ ചുടുനീളത്തിന്റെ പൊരുളറിയുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പുരുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പുരുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്തൊരു ഫീൽ ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും അങ്ങനെ പാടി അല്ലേ? പാടുന്നതിന് മുമ്പേ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അത് പാടി കഴിഞ്ഞപ്പോ അതെല്ലാം മാറി. ഇപ്പൊ ഓക്കെ ആണോ? ഫ്രഷ് ആയി. എന്നപ്പോ ഒന്നും കൂടെ പാടാൻ ചാൻസ് തന്നാലോ? മുമ്പത്തെക്കാട്ടിലും ബെസ്റ്റ് ആക്കും അല്ലേ? ആ, അപ്പൊ ആദ്യമേ ഞങ്ങളെയൊക്കെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയതാന്ന് തോന്നുന്നുണ്ട്. ആ, എന്നെ ആയിരിക്കില്ല, അതോ അവരെ കണ്ടിട്ടല്ലേ പേടിച്ചേ? ആ, അതെ അതേന്ന് പറഞ്ഞു. പൊളിച്ച സാവിയോ, സൂപ്പർ സിംഗിങ്. താങ്ക് യു. സാവിയോ ഒരു റിയൽ പെർഫോമറാണ് ശരിക്കും. സ്റ്റേജ് അങ്ങനെ അങ്ങോട്ട് കീഴടക്കുകയാണ് പാടിയിട്ട്. താങ്ക് യു. വെരി ഗുഡ്. ഒരു സബ് ജൂനിയർ SP ബാലസുബ്രഹ്മണ്യം നിൽക്കുന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. താങ്ക് യു. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിംഗർ. നന്നായി പാടി. അത് ഓരോ സ്ഥലത്ത് കൊടുക്കുന്ന വേരിയേഷൻസ് ഒക്കെ വളരെയധികം മനോഹരമായിട്ട് ചെയ്തു. അതിൽ മുഴുകുന്ന ഞങ്ങളെ കൂടി അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. നല്ല ഭാവം കൊടുത്തിട്ടാണ് പാടുന്നത്. പിന്നെ അതിൻ്റെ സംഗതികളൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. നല്ലൊരു ടിപ്പിക്കൽ പ്രൊഫഷണൽ സിംഗറുടെ ഒരു സ്റ്റൈലിയായിരുന്നു പിന്തുടരുന്നത്. മോൻ പാട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കണ്ട്. എത്ര നാളായിട്ട്? ഞാൻ ചെറുപ്പത്തിൽ പോയിരുന്നു, പിന്നെ അത് പോവാൻ ചെറുപ്പത്തിൽ 3.5 വയസ്സില്. ചെറുതാ. അതെ, 3.5 വയസ്സില് പോയി. പിന്നെ പാട്ട് പഠിക്കണോടത്തേക്ക് പോവാൻ പാടായിരുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 7 months. ആരടുത്ത് പഠിക്കുന്നത്? ബെന്നിമാഷിന്റെ അടുത്ത്. ഇവിടെ എവിടെ? അങ്കമാലിയില? കരയാമ്പറമ്പ് മെലഡീസ് അങ്കമാലി. നല്ല ഭാവിയുണ്ട് മോനോട്ട്. നല്ല മികച്ച ഗായകനായിട്ട് ഉയർന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം ധാരാളമായിട്ട് ഇനി അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. സിസിലി. സാവിയോ ഒരു സ്വീറ്റ് ലിറ്റിൽ സ്മാർട്ട് ബോയ് ആണ് കേട്ടോ. താങ്ക് യു. കുഞ്ഞു കുട്ടികളുടേതായൊരു വൈബ് ഉണ്ട് സ്റ്റേജിൽ പാടുമ്പോൾ. നമുക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഞെക്കിപ്പിടിക്കാൻ തോന്നും സാവിയോനെ. നന്നായിട്ട് പാടി മോനെ. പ്രത്യേകിച്ച് ഈ പാട്ടിൻ്റെ ആ ആവശ്യമുള്ള ആ വൈബ് നന്നായിട്ട് കൺവേ ചെയ്തു. താങ്ക് യു. മോനൊരു പെർഫോമർ ആണ് കേട്ടോ. ഒരു ഇച്ചിരി ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഇച്ചിരി ഇത്. കുറച്ചുകൂടെ കഴിയുമ്പോ സാവിയോ അങ്ങ് കൈവിട്ട് പോവും അല്ലേ? സമ്മതിച്ചു. അത് പറഞ്ഞു. അതെ, ഞാൻ കൈവിട്ട് പോകുന്നു. അല്ല, അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട് മോൻ. ആ ഒരു ഇതുണ്ട്, എനർജി ഫയർ ഒക്കെ ഉണ്ട് ഉള്ളില്. അപ്പൊ അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു ഈ പാട്ടിലൂടെ. എന്താ ഇടയ്ക്ക് എന്ത് പറ്റി? ഒരു ചെറിയതായിട്ടൊരു വരിയൊക്കെ മറന്നു പോയോ? എന്ത് പറ്റി? പെട്ടെന്നൊരു സംശയം വരാൻ? കിട്ടിയില്ല. അത് സാരമൊന്നുമില്ല. അത് കുഴപ്പമില്ല. അത് വരിയൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, മറന്നു പോവില്ലേ? അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നെക്സ്റ്റ് ടൈം മറക്കാതെ ഒന്ന് പാടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇതെങ്ങനെയാണ് ഈ വരികളൊക്കെ മോൻ ഇപ്പം ഇതിന് വേണ്ടി, കോമ്പറ്റീഷന് വേണ്ടി മനപ്പാഠം ആക്കിയതാണോ? നേരത്തെ അറിയായിരുന്നോ ഈ പാട്ട്?
കോമ്പറ്റീഷന് വേണ്ടി. പഠിച്ചാണ് അല്ലേ? ഓക്കെ. ആരാ മോനെ സഹായിച്ചേ? അമ്മ. അമ്മയാണ് സഹായിച്ചത്. വരികളൊക്കെ? ആ. ഓക്കെ ഓക്കെ. മിടുക്കനാട്ടോ. താങ്ക് യു. അപ്പൊ നന്നായിട്ട് വളർന്നു വരട്ടെ. പള്ളിയിലൊക്കെ പാടുന്നുണ്ടോ? കൊയറിലൊക്കെ? ഓക്കെ, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ് മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. മനോജേട്ടാ. സാബിയക്കുട്ടൻ തകർത്ത് ആടി എന്ന് പറയാം. താങ്ക് യു. പാടുക മാത്രമല്ല, ഫാന്റാസ്റ്റിക്, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോൾ കൈയൊക്കെ അടിച്ച് ആ ഒരു ഓളം ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ ആ ഓളത്തിൽ പെട്ടുപോയി, കാര്യങ്ങൾ എഴുതാൻ മറന്നുപോയി. അത്രയും ഗംഭീരമായിരുന്നു. കാരണം ഞാൻ സാവിയോടെ പാട്ട് പാടുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അത് ഈ ഒരു ഫാസ്റ്റ് സോങ് ആണ്. അറ്റ് ദ സെയിം ടൈം അതിന് വേണ്ട ഇമോഷൻസ്, പിന്നെ ഈ സംഗതികളൊക്കെ വേണ്ട രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറവുമല്ല കൂടുതലും അല്ല, പാകത്തിന്. പിന്നെ പ്രത്യേകിച്ച് ഈ ഇവിടെയൊക്കെ വന്നപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. 5,5000 അതൊന്നും പാടാവോ? വെറുതെ കേൾക്കാനൊരു ഇതിനാണ്. ഇതൊന്നുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാ. നല്ല സുഖമുണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ്ഡ് സിംഗിങ്. ആ മോന് നല്ല ഭാവിയുണ്ട്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. യു ആർ ഗോയിങ് ദെയർ, യു ആർ ഗോയിങ് അപ്പ് ദെയർ. ഓക്കെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വരി മറന്നുപോയത്, ഇത്തവണ ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല, അതുകൊണ്ട് മാർക്ക് കുറയ്ക്കില്ല. പക്ഷെ അടുത്ത തവണ വരി മറക്കരുതേ. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓ, ഇനി എന്തൊക്കെ വേണം? മാർക്ക് അറിഞ്ഞിട്ടേ പോകുന്നുള്ളോ? ഓഹോ, അതും കൊണ്ടേ പോകുന്നുള്ളൂ. അപ്പൊ എത്ര വേണം ചേട്ടന്? 20. അത്ര മതിയോ? നീ ഇങ്ങനെ 20 എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവിടെ 8 വെച്ചത് 9 9.5 അവർ അപ്പ കട്ട് ചെയ്യോടെ. അവൻ അത്രയല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്നാ 8 7 കൊടുക്കാന്ന്. അത് മതിയാ? 8ാം ക്ലാസ്സിലാണല്ലോ ആള് ഭയങ്കര കുഞ്ഞു കുട്ടിയുടേതായിട്ടുള്ള എല്ലാം ആണ്. വെരി ക്യൂട്ട്. ഓക്കെ, ചോദിക്കാം. ആരുടെ അടുത്ത് ആദ്യം ചോദിക്കണം? മോൻ പറഞ്ഞോ. മനോജ് അടുത്തോ? മനോജ് സർ പറയൂ. മനോജ് സർ, അതെന്താണെന്ന് അറിയോ? ഞാൻ മാർക്ക് കുറയ്ക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. നിന്റെ മാർക്ക് ഞാൻ കുറച്ചിട്ടില്ല. 9 out of 10. താങ്ക് യു. ഇനി ആരോടാ ചോദിക്കണ്ടേ? ഫാദർ. ഓക്കെ. സാവി അതിഗംഭീരമായി പാടിയതുകൊണ്ട് 9 മാർക്ക്. താങ്ക് യു. വേറെ ആരുമില്ലല്ലോ, ചേച്ചിയുടെ അടുത്തല്ലേ ഉള്ളൂ. ചേച്ചി. അച്ഛാ, അപ്പൊ നമുക്ക് മോനിപ്പോ 20ന്റെ മുകളിൽ പോവില്ലോ നമ്മൾ ഈ മാർക്ക് കൊടുത്ത. എന്താ ചെയ്യും? 2 മാർക്ക് കൊടുത്താ മതി. മതിയില്ലേ? കാരണം 2 20 മതി എന്നാ മതിയെന്നല്ലേ പറഞ്ഞേ? നന്നായിരിക്കട്ടെ. അത് കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലാന്ന് നീ പറഞ്ഞു. ഞാൻ വന്നപ്പോഴേ ചോദിച്ചു എത്ര മാർക്കാണെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞ? എനിക്ക് 20 മാർക്ക് മതി. അതല്ലേ ഇപ്പൊ അവര് പറഞ്ഞേ? 2 മാർക്ക്. 2.5 2.5 മതിയില്ലേ? 3 3 ഉറപ്പിക്കേ? പോരെ? പറ്റില്ല അത്ര. അതെന്താ ഇപ്പൊ പറ്റില്ലാത്ത? തൊട്ട് മുന്നേല്ലേ പറഞ്ഞത്? ഞങ്ങള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. 20 മാർക്ക് മതി എന്ന് പറഞ്ഞ ആളാണ്. സാവി ഇപ്പൊ ആലോചിച്ച് ഞാൻ എന്തിനാന്ന് പറഞ്ഞേന്നല്ലേ ഇപ്പൊ ആലോചിച്ചോണ്ടിരുന്നേ. അപ്പൊ എത്ര വേണം? 25 ആള് ബാർഗൈനിങ് കേട്ടോ. 20 തൊട്ട് വന്നതാണ്. അല്ല, ആൾക്ക് അത്യാഗ്രഹമില്ല. അതാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇരിക്കട്ടെ. 8.5. താങ്ക് യു. മര്യാദക്കൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ സിസ്ലി ചേച്ചിയും തന്നേനെ ഒരു 9 മാർക്ക്. അപ്പൊ 27 കൊണ്ട് പോവായിരുന്നില്ലേ? ഇപ്പൊ 26.5 ആയി പോയില്ലേ? ഓക്കെ, അപ്പൊ 26.5 മാർക്സ് ആണ് 30-ല് സാവിയക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇനി നമ്മുടെ ഗുഡ്നസ് ടി വി മോന് 2 മാർക്കും കൂടെ എക്സ്ട്രാ ഗ്രേസ് മാർക്ക് ഉണ്ട്. 1 ആണേലും ഉണ്ട്, 2 ആണേലും ഉണ്ട്. മോന് അത് എല്ലാരും കാണുന്നത് എങ്ങനെയാണ്, എല്ലാരും എത്ര പേര് കാണുന്നു, ഷെയർ ചെയ്യുന്നു, അതനുസരിച്ചാണ് ഗ്രേസ് മാർക്ക്. ചോദിച്ചോളൂ. എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണം. പിന്നെ സപ്പോർട്ടും ചെയ്യണം.
ശരി, ഓക്കെ, സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ പോയിട്ട് വരൂ. ഇനി വരുമ്പോഴും ഇതേപോലെ തന്നെ ഇത്ര ക്യൂട്ട് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഓക്കെ, ബൈ. വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ടാലന്റഡ് ആണല്ലേ നമ്മുടെ ഈ പുതിയ ഈ ഒരു ന്യൂജൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ കുട്ടികൾ. വളരെ കഴിവുള്ള കുട്ടികളാണ്. അടുത്ത കുട്ടീനെ നമുക്ക് പരിചയപ്പെടാം. വരൂ. സാനിയ പുഞ്ചക്കുന്നേൽ കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ മുതൂർ സെന്റ് മേരീസ് ഇടവകാംഗമാണ് 9ാം ക്ലാസ്സുകാരിയായ സാനിയ പുഞ്ചക്കുന്നേൽ. ഹലോ, എല്ലാവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാനിയ പുഞ്ചക്കുന്നേൽ. എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും ചേച്ചിയും ഞാനും അനീത്തിയുമാണ് ഉള്ളത്. ഞാൻ ഭാരത് മാതാ ഹൈസ്കൂൾ മുതലിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പപ്പയും മമ്മിയും അനീത്തിയും ചേച്ചിയാണ്. ഇവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടും വെൽക്കം തരുന്നുണ്ട്. സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ഗായകരായ അമ്മയുടെയും ചേച്ചിയുടെയും പാത പിന്തുടർന്ന് സംഗീത രംഗത്ത് സജീവമാണ് സാനിയ. സീസൺ 3 എനിക്ക് സെലക്ഷൻ കിട്ടിയതിൽ ഞാനും എൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഇടവക്കാരും ഒരുപാട് സന്തോഷിക്കുന്നു. ഇത് ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. കാരണം എന്തെന്നാൽ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ബെൽത്തങ്ങാടി രൂപതയിലെ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും പരിശീലനവും പ്രോത്സാഹനവും സംഗീതത്തെ സ്നേഹിക്കാനും ഈ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനും സാനിയയെ സഹായിക്കുന്നു. ഫാദർ സണ്ണി ആലപ്പാട് ഞങ്ങളുടെ വികാരിയച്ഛനാണ്. അച്ഛൻ എനിക്ക് സെലക്ഷൻ കിട്ടിയ മുതലേ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് തന്നു. പ്രിയപ്പെട്ട സാനിയ മുതൂർ ഇടവകക്കാരിയാണ്. സാനിയ ഞങ്ങളുടെ ദേവാലയത്തിലെ ഗായക സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകാരി കൂടിയാണ്. നന്നായിട്ട് ഒരു പാട്ട് പാടും. അതുപോലെ തന്നെ ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാരിയും നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന സാനിയായിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇത് ഞാൻ പഠിക്കുന്ന സ്കൂളാണ്. ഇവരെല്ലാവരും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഇത് എൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആനിഗ്രേസ്. സാനിയ ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു അഭിമാനമാണ്. സൽസ്വഭാവമുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ സാനിയ. സാനിയയുടെ മുമ്പോട്ടുള്ള ഇനിയുള്ള എല്ലാ പരിപാടികളിലും പാട്ടിലും ദൈവം ഒത്തിരി അനുഗ്രഹം നൽകട്ടെ എന്ന് ഞങ്ങൾ ಪ್ರಾರ್ಥಿക്കുന്നു. ಸಾನಿಯ ನಮ್ಮ ಸಂಸ್ಥೆಯ ಹೆಮ್ಮೆಯ ವಿದ್ಯಾರ್ಥಿನಿ. ಅವಳು ಕಲಿಕೆ ಮತ್ತು ಪಾಠೇತರ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ತನ್ನನ್ನು ತೊಡಗಿಸಿಕೊಂಡಿರುವುದು ನಮ್ಮೆಲ್ಲ ಶಿಕ್ಷಕ ವೃಂದದವರ ಒಂದು ಆಶಯ. ಅವಳು ಇನ್ನೂ ಯಶಸ್ಸು ಕಾಣಲಿ ಅಂತ ಹೇಳುವುದು ನಮ್ಮೆಲ್ಲ ಅಭಿಪ್ರಾಯವಾಗಿತ್ತು. ಅದೇ ರೀತಿ ಈ ಗ್ರಾಮೀಣ ಪ್ರದೇಶದಲ್ಲಿ ವ್ಯಾಸಂಗ ಮಾಡುತ್ತಿರುವಂತಹ ಈ ವಿದ್ಯಾರ್ಥಿನಿ ಗುಡ್ನೆಸ್ ಟಿವಿಯ ರಿಯಾಲಿಟಿ ಶೋ ಅಲ್ಲಿ ಅವಳು ಹಾಡಿ ಎಲ್ಲರ ಜನಮೆಚ್ಚಿಗೆ ಪಾತ್ರಳಾಗಿದ್ದಾಳೆ. ಅವಳ ಯಶಸ್ಸು ಇನ್ನೂ ಹೆಚ್ಚಾಗಲಿ ಅಂತ ಈ ಸಂಸ್ಥೆಯ ಪರವಾಗಿ ಎಲ್ಲ ನನ್ನ ವೃತ್ತಿ ಬಾಂಧವರ ಪರವಾಗಿ ಅವಳಿಗೆ ಶುಭವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ഇതെന്റെ ഫ്രണ്ടും ഇതെന്റെ അനീതിയാണ്. ഇവർ രണ്ടുപേരും എനിക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സീനിയർ ഗ്രൂപ്പുകാരായ എല്ലാ ചേട്ടായിമാരും ചേച്ചിമാരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. സാനിയ ഞങ്ങളുടെ മുതൂർ ഇടവകയുടെയും ഞങ്ങളുടെ നാടിന്റെയും അഭിമാനമായി ഇപ്പോൾ ഗുഡ്നസ് ടിവിയിൽ സെലക്ഷൻ കിട്ടി നിൽക്കുകയാണ്. ഇനിയും ഉയരങ്ങളിൽ അവൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ പേരിലും ഞങ്ങളുടെ സെന്റ് മേരീസ് സ്ക്വയറിന്റെ പേരിലും എല്ലാവരും ആശംസകളും നേരുന്നു. All the best, Sania. കർണാടകയിൽ നിന്നുള്ള ഈ കൊച്ചു കലാകാരിക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഹാർദവമായ സ്വാഗതം. നല്ല തിളങ്ങിയൊക്കെയാണല്ലോ വരുന്നത്. എവിടുന്ന് വരുന്നു സാനിയക്കുട്ടി? കർണാടകയിൽ നിന്ന്. കർണാടകയിൽ എവിടെയാ? കർണാടകയിലെ ഉടുപ്പി. ഓക്കെ, മോൾ അവിടെയാണോ പഠിക്കുന്നതൊക്കെ? അതെ. ഓക്കെ, അപ്പൊ മോൾക്ക് കന്നഡയൊക്കെ അറിയാമോ? അറിയാം. ദേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജസിലെ സെന്ററിൽ ഇരിക്കുന്ന ആളില്ലേ, അദ്ദേഹവും കർണാടകയിൽ നിന്നാണ്. നിങ്ങൾ കന്നഡയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഞങ്ങളൊന്ന് കേക്കട്ടെ. മോള് സുഖാണെന്ന് ചോദിച്ചത്. നമ്മുടെ ആ ജഡ്ജി വർഷങ്ങളായിട്ട് കർണാടകയല്ല, ബാംഗ്ലൂരാ. എന്തൊക്കെ അറിയാന്ന് നോക്കാം നമുക്ക്. സുഖാണോ ചോദിച്ചേ കന്നഡയില്? സർ ನೀವು ಆರಾಮಾಗಿದ್ದೀರಾ? ഓക്കെ, അപ്പൊ മനോജാണ് ശരിക്കും ബാംഗ്ലൂർ തന്നെയാണ്. ഓക്കെ മോളെ, നമുക്ക് സീരിയസ് ആയിട്ട് വരാം. മോൾ ഇന്നിപ്പോ ഏത് പാട്ടാ പാടാൻ പോന്നെ? ഞാൻ ദിവ്യകാരുണ്യത്തിൻ ബലിവേദിയിൽ. ഓക്കെ, അത് ഏതാ മെലഡി ആണോ? മെലഡി. ഓക്കെ, ഇതാരാ മോളെ പഠിപ്പിച്ചേ? പഠിപ്പിച്ചത് മമ്മിയാണ്. കറക്ഷൻസിനൊക്കെ വെളുത്തങ്കടി രൂപതയിലെ ഒരുപാട് അച്ഛന്മാരും സിസ്റ്റർമാരും അതുപോലെ സംഗീതമൊക്കെ പഠിച്ച ഒരുപാട് സാറുമാരെ ഹെൽപ്പ് ചെയ്തു. ആഹാ, ഒരുപാട് സാറുമാരുടെ ഹെൽപ്പ് ഉണ്ട്. എന്നിട്ടാണ് മോളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നിവിടെ ഭയങ്കര വലിയൊരു വണ്ടർ ആയിരിക്കുമല്ലോ ഞങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ആണോ? എത്ര നാളായിട്ട് മോൾ ഈ സെയിം പാട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ 2-3 വർഷമായിട്ട് ഇത് പള്ളിയിലും പാടുന്നുണ്ട് കുർബാനയ്ക്ക്.
ഓ, അപ്പൊ തീർച്ചയായിട്ടും മോള് നല്ല രീതിയിൽ ശരിക്കും വെൽ പ്രാക്ടീസ്ഡ് ആണ്. നല്ലൊരു പെർഫോമൻസ് ഇന്നിവിടെ തരാൻ പറ്റും. അപ്പോ നല്ല ദൈവവിശ്വാസിയാണല്ലേ? കൊന്തയൊക്കെ വെച്ച് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഈശോയ്ക്ക് വേണ്ടിയല്ലേ പാടുന്നത്, ടെൻഷൻ എന്തിനാ. വെരി നൈസ്, വെരി നൈസ്. അപ്പോ ഇനി ഒരു ടെൻഷനും വേണ്ട, നല്ല മോളായിട്ട് ഈശോയെ മനസ്സിൽ വിചാരിച്ച് സൂപ്പർ ആയിട്ട് പാടണം കേട്ടോ. ഇത്രയും നാള് മോള് പ്രാക്ടീസ് ചെയ്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതെ പോവരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആകാശവാതിൽ തുറന്നു ദിവ്യ സംഗീതമാധുര്യമോടെ, ആകാശവാതിൽ തുറന്നു ദിവ്യ സംഗീതമാധുര്യമോടെ, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നിടാം, സ്തുതിഗീതമാലപിച്ചിടാം. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നിടാം, സ്തുതിഗീതമാലപിച്ചിടാം, സ്തുതിഗീതമാലപിച്ചിടാം. ദിവ്യകാരുണ്യത്തിൻ ബലിവേദിയിൽ നമ്മോട് കൂടി വസിക്കാൻ ഇന്നാത്മനാഥനാമീശോ ഈ പാവന കൂദാശ തന്നിൽ.
കൂളായിട്ട് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റിയോ? പറ്റി. കുഴപ്പമൊന്നുമില്ല, സന്തോഷായി പാടി കഴിഞ്ഞപ്പോ. എന്നാ ശരി. പോളച്ചാ, സാനിയ അതിഗംഭീരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കുന്നില്ല? ഇല്ല. പിന്നെ ആരാ സഹായിച്ചു എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ? മമ്മി സഹായിച്ചു. പിന്നെ ബെൽത്തങ്കടി രൂപതയിലെ കുറച്ച് സംഗീതം പഠിച്ചവരൊക്കെ എനിക്ക് കറക്ഷൻ ചെയ്തു തന്നായിരുന്നു. പാട്ട് പഠിക്കാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ സൗകര്യമൊന്നുമില്ല. സൗകര്യമില്ല? അവിടെ അടുത്ത് ടീച്ചേഴ്സ് ഇല്ല എന്നാണോ പറയണേ? ടീച്ചേഴ്സും ഇല്ല. പിന്നെന്താ? ഒരുപാട് ദൂരമാണ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും. ഓൺലൈനിൽ പഠിക്കാലോ, കാലഘട്ടം മാറിയില്ലേ? ഓൺലൈൻ സൗകര്യം ഉണ്ടല്ലോ. എന്തെങ്കിലും സാനിയ വളരെ ഗംഭീരമായിട്ട് പാടി. ഒരു ഹൈലി പ്രൊഫഷണൽ സിംഗറുടെ പാട്ട് കേൾക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിലായോ? നല്ല മച്യൂർ സിംഗിങ്. അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഈ ഒരു വലിയ കഴിവ് ദൈവം തന്നിരിക്കുക എന്നുള്ളത് അല്ലേ? ഇത്രയും ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് പാടാൻ പറ്റുന്നു. വളരെ കോൺഫിഡൻസ്, സാനിയയുടെ ആ ശബ്ദത്തിൽ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നോക്കിയ എനിക്ക് തോന്നിയൊരു പ്രത്യേക കാര്യം, ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ വോയിസിൽ ഭയങ്കര റെസണൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മുഴക്കം. അത് പലരുടെയും ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ അത്രയ്ക്ക് ഉണ്ടാവില്ല, സ്ട്രെയിൻഡ് വോയിസ് ആയിരിക്കും. പക്ഷെ മോളെ നല്ല ഈസി വോയിസാണ്, നല്ല മുഴക്കമുണ്ട് അവിടെ ഹൈ പിച്ചിൽ പോകുമ്പോൾ. അതും കോൺഫിഡൻസിൻ്റെ അടയാളമാണ്. അപ്പോൾ അതുപോലെ സംഗതികളൊക്കെ വളരെ ക്ലിയർ, ഒരു സംശയമില്ലാത്തൊരു പാട്ട്. ഇനി പാട്ട് പഠിക്കാൻ നോക്കണം. ഓക്കെ, കുറച്ചും കൂടി നല്ല ഉയർച്ച മുകളിലേക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടി പ്രൊഫഷണൽ ടെക്നിക്സ് കയ്യിൽ വരും. ഓൾ ദ ബെസ്റ്റ്. നല്ല ആശംസകൾ. താങ്ക് യു ഫാദർ. ഇനി നിങ്ങൾക്ക് കന്നഡയിൽ സംസാരിക്കാനുള്ള ചാൻസ് ഞാൻ അവസാനം തരാം. ഇനി നമുക്ക് ആ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ സിസ്ലി? യെസ്. ഹായ് സാനിയ. ഹലോ. മോള് ഫസ്റ്റ് ഓഫ് ഓൾ കർണാടകയിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് പാടാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തതിനും മോളെ കൊണ്ടുവന്ന പേരൻസിനൊരു പ്രത്യേക കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് എനിക്ക് തോന്നുന്ന മോളുടെ വോയിസ് ഇപ്പം ഇത്രയും പാട്ടുകാരുടെ പാടി കേട്ടപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് വോയിസസ് ഓഫ് ദിസ് സീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പവർഫുൾ ശബ്ദം. അത് ഈ അച്ഛൻ പറഞ്ഞല്ലേ, ഈ കൊച്ചിൻ്റെ വായിൽ നിന്നാണോ ഈ ശബ്ദം വരുന്നതെന്ന് നമുക്ക് ഇപ്പം മോള് പാടുമ്പോൾ പോലും തോന്നുന്നില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഒരു ഐബ്രോ പോലും മോളുടെ അനങ്ങുന്നില്ല. അത്രയും നമ്മൾ ജാനകിയമ്മേനെയൊക്കെ റിമൈൻഡ് ചെയ്ത്, ജാനകിയമ്മ പാടുമ്പോൾ പുരുകം പോലും അനങ്ങില്ല. ആ വായുടെ ലിപ്സ് മാത്രം ആണ് അനങ്ങുക. പക്ഷെ തൊണ്ടേന്ന് വരുന്ന പാട്ടെന്ന് വെച്ചാൽ അതൊരു ഗംഭീര പാട്ടാണ്. നമ്മൾ ഈ ശരീരം എല്ലാം ഇളക്കി പാടിയാൽ പോലും ഒന്നും വരില്ല അത്രയും. അപ്പോൾ അതുപോലെ റിമൈൻഡ് ചെയ്തു. മോളുടെ ആ ശബ്ദം ഇസ് ഡയറക്ട്ലി ഫ്രം ആ ത്രോട്ടിൽ നിന്ന് മാത്രം വരുന്ന, വേറെ ഒരു ഹെൽപ്പും ഡിപ്പെൻഡൻസി ഓൺ ദ ബോഡി ഉപയോഗിക്കാതെയാണ്. കൈ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ഒരുപാട് എക്സ്പ്രസീവ് ചെയ്യാനായിട്ട് ശരീരം ഉപയോഗിക്കുന്നില്ല. മോളുടെ ശബ്ദം തന്നെയാണ് മോള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഐ ഫെൽറ്റ് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ആൻഡ് വളരെ പൊട്ടൻഷ്യൽ ഉള്ള മോളാണ്. ആൻഡ് ഒരു ട്രെയിനിങ് എല്ലാത്തിൻ്റെ ഒരു കുറവ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ അത് അത്ഭുതപ്പെട്ടു പോയി. ഈ പാട്ട് പഠിക്കാതെയൊക്കെ നിങ്ങൾ കുട്ടികൾ ഇത്രയും മനോഹരമായി പാടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ട്രെയിനിങ്ങും കൂടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ ഓൺലൈൻ സൗകര്യം ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. വി വിൽ ഗൈഡ് യു കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. ഇനി നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? അത് കന്നഡയിൽ ചോദിച്ചേ, എൻ്റെ പാട്ട് ഇഷ്ടമായോ എന്ന്. എങ്ങനെയാ കന്നഡയില്? സർ ನನ್ನ ಸಾಂಗ್ ಇಷ್ಟ ಆಯ್ತಾ? ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಥ್ಯಾಂಕ್ ಯು ಸರ್. അത്രേ അറിയുള്ളൂ. ரொம்ப പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. കന്നഡ ഹുടിക്ക് സാനിയ ಏನೋ ഗംഭീരായിട്ട് പാടിട്ടോ. താങ്ക് യു. എനിക്ക് എന്താ പറയാ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവരെല്ലാം പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. പല ഫ്രേസസിലൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ലയിച്ചിരുന്നു പോകും. ഒരു സീഡൊക്കെ കേൾക്കുന്ന പോലെ, റെക്കോർഡ് കേൾക്കുന്ന പോലെ അത്രയും മനോഹരമായിട്ടായിരുന്നു സാനിയ പാടിയത്.
ഓക്കെ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ വളരെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഉടുപ്പിയിലല്ലേ, അപ്പൊ അവിടെ ഇരുന്ന് ഇത്രയും നന്നായിട്ട് മലയാളം പ്രൊനൗൺസ് ചെയ്യാം, അതിന് നല്ലൊരു കൈയടി മോൾക്ക് തരാം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അക്ഷരങ്ങളൊക്കെ ഉച്ചരിച്ച് നല്ല നല്ല മലയാളം. മോൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഗെയിനുണ്ട്. അത് ലോ പാടിയാലും മിഡ് പാടിയാലും ഹൈ പാടിയാലും ഇങ്ങനെ കെടുക്കും. ഭയങ്കര രസമാണ് കേൾക്കാൻ. ഇപ്പോൾ ദാസേട്ടൊക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ പല കഴിവുകൾ എന്താ പറയുക ദൈവം ഇങ്ങനെ തരും. അതിലൊന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഴിവാണ് ഈ ഒരു ശബ്ദം. മോളത് കാര്യമായിട്ട് സൂക്ഷിക്കണം, അത് പഠിക്കണം. ഓക്കെ, മ്യൂസിക് അവിടെ പഠിക്കാലോ, എന്താ പറയുക അച്ഛൻ പറഞ്ഞ പോലെ ഓൺലൈനൊക്കെ പഠിക്കണം. ഇനി മുതൽ പഠിച്ചോളാം. ആ ഓക്കെ, വെരി ഗുഡ്. കാരണം ഇത്രയും നല്ലൊരു ശബ്ദം, പിന്നെ അത് മാത്രമല്ല പാടാനുള്ള ആ ഒരു കഴിവ്, അതുപോലെ ആ ഫീല്, ഇതെല്ലാം മോളുടെ പാട്ടിലുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. മാധുര്യ മോഡൊക്കെ എത്തിയപ്പോൾ അവിടെ പ്ലാൻസ് ഒക്കെ ചെറുതായിട്ട്, പക്ഷെ അത് പഠിച്ചു കഴിയുമ്പോൾ ഈ പഠിക്കാതെ പാടുമ്പോഴും പഠിച്ചു പാടുമ്പോഴും അതിൻ്റെ ഡിഫറൻസ് വളരെ വലുതാണ്. അത് മോൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും മ്യൂസിക് പഠിക്കണം, കണ്ടിന്യൂ ചെയ്യണം. നല്ല ടാലൻറ്റഡ് ആണ്. ലുക്കിംഗ് ഫോർവേഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ നാട്ടില് നിങ്ങൾ എവിടെയാ? നാട്ടില് ഞങ്ങൾ ഇവിടെയാണ്. അച്ഛന്റെ അമ്മയുടെ ഒക്കെ നാട്ടിലത്തെ ഇവിടെ കേരളത്തിൽ എവിടെയാ അവര്? മമ്മി കാസർഗോഡുകാരിയാണ്. ഓക്കെ. പപ്പയുടെ അമ്മ ഇരിട്ടിയിലായിരുന്നു. ഇവര് സെറ്റിൽ ആയത് അവിടെയാണ്. മോളപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്? ഇവിടെ കേരളത്തിലെ റിലേറ്റീവ്സ് ഒക്കെ ഇല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ മോള് ഈ ഏരിയ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ ഇഷ്ടം എവിടെയാ? കേരളയാണോ കർണാടകയാണോ? അങ്ങനെ ചോദിക്കണ രണ്ട് വിഷയം. എന്നാലും കുറച്ചും കൂടെ മോള് ജനിച്ചു വളർന്നൊക്കെ കർണാടക ആയതുകൊണ്ട് മോൾക്ക് അടുപ്പം കൂടുതൽ അങ്ങോട്ടായിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ ഇത്തരത്തിലുള്ള ഗാനങ്ങളും പാട്ടുകളും ഇതെല്ലാം എവിടെ ഇരുന്നാലും നമുക്ക് കാണാനും പറ്റും, ആസ്വദിക്കാനും പറ്റും. മോളവിടെ പള്ളിയിലേക്ക് റെഗുലർ ആയിട്ട് പോവാറില്ലേ? ശരി, അപ്പൊ നമുക്കിനി മോളുടെ മാർക്കും കൂടെ ചോദിക്കാം. സാനിയ വളരെ മനോഹരമായിട്ട് പാടിയല്ലോ. അപ്പോ 9 മാർക്ക്. താങ്ക് യു ഫാദർ. 9 on 10. സന്തോഷായില്ലേ മനോജേട്ടാ? സാനിയ ഞങ്ങൾ ഒരേ നാട്ടിലുള്ള താമസിക്കുന്നത്. ആ ഒരു സ്നേഹവും പിന്നെ നന്നായി പാടിയതുകൊണ്ടും എല്ലാം ചേർത്ത് 9 marks. താങ്ക് യു സർ. ഇനി എത്ര വേണം? ഒരാളുടെയും കൂടെ മാർക്ക് കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, മോളിങ്ങി സ്റ്റേജിലേക്ക് വന്നപ്പോ തന്നെ നല്ല തിളങ്ങി നല്ല ഭംഗിയായിട്ടാ വന്നത്. വല്ലാത്തൊരു ചാമുണ്ടായിരുന്നു മോള് വന്നപ്പോ. അപ്പൊ ഇനി ആ ഒരു മാർക്കും കൂടെ കേട്ട് കഴിയുമ്പോൾ സന്തോഷാവില്ലേ? സന്തോഷം. സിസ്ലി പറഞ്ഞോളൂ. ഞാൻ ഇച്ചിരി കുറച്ചാ വിഷമാവോ? പിന്നെ ശരിക്കും വിഷമാവും. ഇങ്ങോട്ടല്ല ചോദിച്ച, അങ്ങോട്ടല്ല ചോദിച്ച. എനിക്ക് വിഷമാവും ആ കുട്ടിക്ക്. ഓക്കെ, എന്നാ സാനിയയുടെ ശബ്ദത്തിന് സ്റ്റിൽ റിംഗിങ് ഇൻ മൈ ഇയർ കേട്ടോ 9 marks. താങ്ക് യു. ഈ ഒരു താങ്ക് യു എന്ന് പറയുന്നത് നല്ല സ്മാർട്ട് ആയിട്ട് താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. അപ്പൊ 27 മാർക്സ് ആണ് മോൾക്ക് 30 ലഭിച്ചിരിക്കുന്നത്. ഭയങ്കര നല്ലൊരു മാർക്കാണ്. മോളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഗ്രേസ് മാർക്കും കൂടി ഉണ്ട്. പക്ഷെ അതിനെന്താണെന്നറിയാലോ വേണ്ടത്? എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും എൻ്റെ വീഡിയോ മുഴുവൻ കാണുകയും അതിന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ വോയിസ് ഓഫ് ഗുഡ്നെസ്സിൻ്റെ ഇല്ലെങ്കിൽ ഗുഡ്നെസ് ടിവിയുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് വന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. സോ സ്വീറ്റ് ഓഫ് യു. ശരി, ഞങ്ങളുടെ ഗുഡ്നെസ് ടി വി ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഈ പ്രൊമൈസസ്, ഞങ്ങളുടെ ഈ ലോഗോ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടം. അപ്പൊ നമ്മുടെ ഈ വീടും കുടുംബമൊക്കെ മോൾക്ക് ഇഷ്ടായി? ഓക്കെ മോളെ, അപ്പൊ പോയിട്ട് പിന്നെയും തിരിച്ചു വരും, നമുക്ക് കാണാം കേട്ടോ. വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ 3യുടെ 3ാമത്തെ ആളെ നമുക്ക് വിളിക്കാം. ലിയോ ലാലിച്ചൻ. കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെ ഒക്കത്തിരുന്ന് അമ്മ പാടിയിരുന്ന പാട്ടുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരു കുട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിയോ ലാലിച്ചൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കലവൂർ സെന്റ് തോമസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ തുമ്പോളിയിലെ മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പയും അമ്മയും ചേട്ടനും ചേച്ചിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വൈദികരാകണമെന്നാണ്.
അതിനുവേണ്ടി ഞാൻ എന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഇടവക പള്ളി. ഇതാണ് ഇടവക പള്ളിയുടെ വികാരി അച്ഛൻ ഫാദർ തോമസ് പുത്തൻപുരക്കൽ. ഞങ്ങളുടെ ഇടവകാംഗമായ ലിയോ ലാലിച്ചൻ പനച്ചിപ്പറമ്പ് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ അവസരത്തിൽ ഇടവക സമൂഹത്തിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ലിയോ ലാലിച്ചൻ പനച്ചിപ്പറമ്പിന് ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച മ്യൂസിക് ടീച്ചറാണ് ഷൈജ ആൻറ്റി. കലവൂർ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിൽ ഇവൻ നഴ്സറിയിൽ പഠിക്കാൻ വരുമ്പോൾ കരോക്കെ ആയിട്ട് നന്നായിട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് ഇവൻ നല്ല നല്ല ഗാനങ്ങളിലൂടെയൊക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് എന്നെ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുനാഥൻ മഴത്തൂർ വട്ടം ഉണ്ണികൃഷ്ണൻ മാഷ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 സംഗീത മത്സരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ ശിഷ്യൻ ലിയോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. 3-ാമത്തെ വയസ്സിൽ തിരുഹൃദയത്തിൻ മുൻപിൽ എന്ന പാട്ടുപാടി സംഗീതത്തിലേക്കുള്ള തുടക്കം. സംഗീത വഴിയിൽ കരുത്തായത് ഇടവക പള്ളിക്കൊയറിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന സ്നേഹപൂർവമായ പിന്തുണ. പ്രിയപ്പെട്ട ലിയോയ്ക്ക് വോയിസ് ഓഫ് ഗുഡ്നസിന്റെ സീസൺ 3 സെലക്ഷൻ കിട്ടി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു വാർത്തയാണ്. പ്രിയപ്പെട്ട ലിയോയ്ക്ക് എല്ലാ പ്രാർത്ഥനാ മംഗളാശംസകളും നേർന്നുകൊണ്ടു. ഞങ്ങളുടെ ലിയോ മോൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ ചെറിയൊരു മൂളിപ്പാട്ട് പാടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ സ്കൂളിലെ പ്രോഗ്രാമിലും നന്നായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പെട്ടെന്ന് പാട്ടുകൾ പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കും. ഭാവിയുള്ള മിടുക്കനായ കുട്ടിയാണ് ലിയോ ലാലിച്ചൻ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലിയോ ലാലിച്ചനുണ്ടാകട്ടെ എന്നതാണ്. 7ാം ക്ലാസ്സുകാരനായ ലിയോ ലാലിച്ചൻ വാചാലനാവുകയാണ് തന്റെ സംഗീത വഴികളെക്കുറിച്ച്. 3-ാമത്തെ വയസ്സിലെ അമ്മ പാടിയ പാട്ട് തിരിച്ചനുകരിച്ച് പാടിയപ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. അതുകൊണ്ട് അമ്മ എന്നെ സംഗീതം പഠിപ്പിക്കാൻ ചേർക്കുകയും കുറെ ഭക്തിഗാനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഈശോയുടെ പാട്ടുകൾ പാടാനായി വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 അവസരം കിട്ടിയതിന് എനിക്കും എന്റെ വീട്ടുകാർക്കും വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി. പാട്ടിനെ ഏറെ സ്നേഹിക്കുന്ന ഈ കൊച്ചു കലാകാരനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഭയങ്കര കൂൾ ആണല്ലോ. ഒരു ടെൻഷനുമില്ല. ഒരു ടെൻഷനും വേണ്ട. ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊക്കെ പാവ ആൾക്കാരാ. നന്നായിട്ട് മോൻ പാട്ട് പാടി തരണം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ദാവീദിന്റെ കിന്നരത്തിലുള്ള ഇല്ലിമുളം കാറ്റേറ്റ് പാടി. ആഹാ, അപ്പൊ അത് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ ശരി, നമുക്കിനി ഈ മോന്റെ പാട്ട് കേൾക്കാം. വോയിസ് ഓഫ് ഗുഡ്നസിലൂടെ ഇനി ലോകം മുഴുവൻ ഈ മോന്റെ ഗാനം കേൾക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മാക്സിമം കൂളാവാൻ വിചാരിച്ചു, അതിനു വേണ്ടിട്ട് ട്രൈ ചെയ്തു, എന്നിട്ടായോ? ആയി, കൂളായി, സൂപ്പറായിട്ട് പാടാൻ പറ്റി അല്ലേ? പൊളച്ച ലിയോ നന്നായി പാടി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ല ശബ്ദമുണ്ട് ലിയോയ്ക്ക്, താങ്ക് യു. ശബ്ദം. പിന്നെ പുറത്തേക്ക് നല്ല കോൺഫിഡൻസ് പോലെ കാണിച്ചിരുന്നു. ഉള്ളില് പേടിയുണ്ടായോ? ചെറുതായിട്ട് പേടിയുണ്ടായില്ലേ? നന്നായി പാടി. പാട്ടിന്റെ ഒരു ഫീല് നന്നായി കൊണ്ടുവരാനായിട്ട് ലിയോ ശ്രമിച്ചിട്ടുണ്ട്. ഒക്കെ ദൈവം നന്നായി അനുഗ്രഹിച്ചിട്ടുണ്ട് മോനെ. നല്ല ശബ്ദം നൽകി നല്ല ഒരു ഫീലിൽ പാടാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നല്ല ആശംസകള്, ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു ഫാദർ. സിസ്ലി. ലിയോ എന്തോ? ലിയോ എവിടെയൊക്കെയാ പാടുന്നത്? സ്കൂളിൽ പാടും, പിന്നെ ക്വയറിൽ പാടുന്നുണ്ടോ? ആ, കൊയറിലൊക്കെ പാടും. ഉണ്ട്. നിങ്ങളുടെ കൊച്ചു പിള്ളേരുടെ കൊയറാണോ അതോ വലിയവരുടെ കൂടെ നിന്നാണോ പാടുന്നത്? സീനിയേഴ്സുമായിട്ടാ ഇപ്പൊ പാടുന്നത്. ഓ, ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ. സീനിയേഴ്സ് ആയിട്ടൊക്കെയാണോ പാടുന്നത്? നല്ല കാര്യം മോനെ. ക്വയറിലൊക്കെ നന്നായിട്ട് പാടണം, കണ്ടിന്യൂ ചെയ്ത് പോണം കേട്ടോ. മോന്റെ ഈ പാട്ടില് എനിക്ക് തോന്നിയത് മോൻ പ്രസന്റ് ചെയ്യുന്ന മോന്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ് മോന്റെ പാട്ടിലും. ഒരു ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് മോൻ പാടിയപ്പോ കിട്ടിയത്. ഒരു ഇച്ചിരി ഉഴപ്പുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? ഇല്ലാതിരിക്കാനും ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ഈസി ഹാൻഡിൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. കുറച്ചും കൂടി ഒരു എന്താ പറയാ, നല്ലൊരു എന്താ ആ കറക്റ്റ് ബീറ്റിനൊക്കെ ഒത്ത് പാടാമായിരുന്നു. ഇച്ചിരി ഒരു ഒഴുകിപ്പോയോ? ഈ പാട്ട് അങ്ങനെ ഒരു പാട്ടില്ല. ആ ബീറ്റ്, ആ ഹൃദയത്തിനൊത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇച്ചിരി നല്ല മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത്, മോൻ്റെ മൂവ്മെന്റ്സ് ആണെങ്കിലും ഒരു ഇച്ചിരി ഒരു ഒഴുക്കുണ്ടായിരുന്നു. അപ്പൊ അതല്ലാതെ മെലഡി സോങ്സിനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ നല്ല ജോറായിട്ട് നിൽക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജേട്ടാ. ലിയോക്കുട്ടാ. എന്തോ? ലിയോക്കുട്ടൻ പാടിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അങ്ങനെ ഒരു ടെൻഷനൊന്നും പുറത്ത് കാണിക്കണ്ടായില്ല. വളരെ ഈസി ആയിട്ടായിരുന്നു പാടിയപ്പോ. ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കേറിയപ്പോ മാത്രമേ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പാടിയപ്പോ എല്ലാം പോയില്ലേ? അതാണ് വെരി നൈസ്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അതെനിക്ക് ത്രൂ ഔട്ട് എനിക്ക് മനസ്സിലായി. ഒരു പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു വിണ്ടലനാഥനൊക്കെ വന്നപ്പോൾ. പക്ഷെ അവിടെ അറിയാം സംഭവം കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി. എങ്കിൽ പോലും ആ കോൺഫിഡൻസ് വിടാണ്ട് ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് ആ ഒരു എക്സ്പ്രഷൻ അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ചിലപ്പോൾ ചില പാട്ടുകാർക്ക് സംഭവിക്കുന്നത് എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡൗൺ ആവും. മോൻ അങ്ങനെ ഡൗൺ ആവാതെ അതിനെ ക്യാരി ചെയ്തു. അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞേ? ദിവസം പ്രാക്ടീസ് ഒക്കെ നടക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ആണോ? ഉറപ്പാണോ? ചെയ്യാറുണ്ട്. ഉഴപ്പല്ലല്ലോ? ഇപ്പൊ കുറച്ച് ചുമയൊക്കെയാണ്, അത് കാരണമാണ്. കുഴപ്പമില്ല. അപ്പോ പാട്ട് പഠിക്കുമ്പോ കുറെ കൂടെ ശ്രുതി, ഏത് പാട്ടാണെങ്കിലും ഓരോ പാട്ടിനും ഓരോ മൂഡുണ്ട്. ഇപ്പൊ നേരത്തെ സിസിലി മാം പറഞ്ഞതുപോലെ ഈ ഒരു പാട്ടിന് ഇതിൻ്റെതായ ഒരു എനർജി കുറച്ചുകൂടെ ആവാമായിരുന്നു ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അപ്പൊ ഓരോ പാട്ടിനും ഓരോ ഫീല്. ആരാ പഠിപ്പിച്ച ഈ പാട്ട്? ഞാനും അമ്മയും കൂടിയായിട്ടാണ് പഠിച്ചത്. അമ്മയും മോനായിട്ടായിരുന്നു. കൊള്ളാലോ. ഓക്കെ, അപ്പൊ അങ്ങനെ മോൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രുതിയിലെ ഒരു ശ്രുതി പെട്ടിയൊക്കെ ഉണ്ടല്ലോ, ശ്രുതി ഇട്ടിട്ട് വേണം എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. വെറുതെ പ്രാക്ടീസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കണം. അതായത് ശ്രുതി പെട്ടിയൊക്കെ ഇട്ട് ശ്രുതി കേട്ട് അതിൽ പാടുമ്പോൾ നമ്മൾ ഈ ശ്രുതി ഒന്നും പോവത്തില്ല, കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ പാടാനായിട്ട്. മോന് ഒരുപാട് ടാലൻ്റ് ഉണ്ട്. പിന്നെ ആ ഒരു കോൺഫിഡൻസ് എൻജോയ് ചെയ്തിട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ, പിന്നെ വീണ്ടും വീണ്ടും നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലേ? വീട്ടിൽ വെച്ച് മോൻ പാടുമ്പോഴും ഇതേപോലെ ആക്ഷൻ ഒക്കെ വെച്ചിട്ടാണോ
അങ്ങനെയാണോ പാട്ട് പ്രാക്ടീസ് ചെയ്തപ്പം? ഈ ഇടക്കൊക്കെ അങ്ങനെ അക്ഷരം വെച്ചിട്ടായിരുന്നു ഇത്. എന്നിട്ട് മിററിൽ നോക്കും? മിററിലായിരുന്നു, അമ്മയെ കാണിക്കും, എന്നിട്ട് അമ്മ പറയും ഓക്കെ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ. അങ്ങനെ ആണോ? അമ്മേനെ ഒന്ന് പരിചയപ്പെടാനല്ലോ. അമ്മയാണ് മോനി കംപ്ലീറ്റ് ആക്ഷൻസ് ഒക്കെ പഠിപ്പിച്ചു തന്നത് അല്ലേ? ശരി, ഇനി നമുക്ക് മാർക്കും കൂടെ അറിഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് പോവാം. സിസ്ലി, എത്ര മാർക്കാണ് ഈ കുട്ടിക്ക് കൊണ്ടുപോകേണ്ടത്? ലിയോ കുട്ടന്റെ ഇന്നസെൻസിന് വേണ്ടി 7 മാർക്സ്. ഇഷ്ടപ്പെട്ടോ? അപ്പൊ താങ്ക് യു പറയൂ. താങ്ക് യു. വെൽക്കം. മനോജ് ചേട്ടാ. ലിയക്കുട്ട, എന്തോ ലിയക്കുട്ടൻ നന്നായി പാടി, ഇനിയും നന്നായിട്ട് പാടണം. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ മാർക്ക് ഇപ്പൊ പാടിയതിന്റെ മാർക്ക് 6.5. താങ്ക് യു. ഓക്കെ 6.5 on 10. അച്ഛാ 7 മാർക്ക്. താങ്ക് യു. അപ്പൊ മോന് എത്ര മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്? 20.5 മാർക്സ് ആണ് 30-ല് മോന് ലഭിച്ചിരിക്കുന്നത്. വിഷമയോ വീണ്ടും? ചെറുതായിട്ട് അല്ലേ? ഇവന്റെ പ്രത്യേകിച്ചും ഇവരുടെ കണ്ണുകളിൽ നിന്ന് പെട്ടെന്ന് ഇവർക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. പക്ഷെ ഇത്ര സങ്കടപ്പെടുവൊന്നും വേണ്ട, ഒരു 2 മാർക്കും കൂടെ എക്സ്ട്രാ തരട്ടെ. ഇഷ്ടാവില്ലേ? അപ്പൊ സന്തോഷാവില്ലേ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മോൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാലോ? ഓക്കെ, അപ്പൊ പ്രേക്ഷകരെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു 2 മാർക്കും കൂടെ കൊടുക്കാൻ പറ്റും അല്ലേ? എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവൻ കാണുകയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതും നീ പ്രാക്ടീസ് ചെയ്തിട്ടാണോ വന്നത്? ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ കയറി പറയണമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുക കൊച്ചേക്കാളല്ലേ? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം ഈ കുരുന്നുകളുടെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ബൈ. കെവിൻ കുട്ടനൊരു ഹഗ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. നല്ല വെരി ഗുഡ്, ഗംഭീരമായിട്ട് പാടി. എളുപ്പത്തിൽ പാടാവുന്നൊരു പാട്ടല്ല. ആൻമരിയ വളരെ ഭംഗിയായിട്ട് ഈ പാട്ട് പാടി. കാരണം ഈ ഒരു നല്ലൊരു സെലക്ഷൻ ആയിരുന്നു ഈ സോങ്. ഒരു ഫാസ്റ്റ് റൗണ്ടിൽ ഇത്തിരി വ്യത്യസ്തതയുള്ള ഒരു സോങ് ആയിട്ടാണ് തോന്നിയത്. എന്നും അവനൊപ്പം കൂടെയിരിക്കാൻ ജപമണിമാലത്തൻ കോട്ടയായി ആ സ്നേഹമാണെൻ്റെ അമ്മ. നന്നായിട്ട് പാടാൻ പറ്റി, നല്ല ശബ്ദമായിരുന്നു. ഈ പാട്ടിന് വേണ്ടുന്ന ഒരു നല്ല വോയിസ് ആയിട്ട് തോന്നി. നല്ല ഇൻവോൾവ് ചെയ്ത് മോൻ അതുകൊണ്ട് പാടാൻ പറ്റി.